ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബിസി ഡേ ആയിരുന്നു കേട്ടോ. ബിസി ഡേ ഇൻ അവർ ലൈഫാണ് കേട്ടോ. ഇന്ന് ഫുള്ള് കറക്കം തന്നെയായിരുന്നു. സത്യം അതിൻ്റെ ഒരു റെസ്റ്റും ഇല്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. അതാ എന്തിനാ കയ്യണേ? എന്തിനാ കുഞ്ഞാറ്റ എന്തിനാ കയ്യ? നമ്മൾ വേഗം വരുവേ. പുതിയ ടോപ്പാ. എന്തിനാ കയ്യണേ? ഇവിടുത്തെ പോകുമ്പോൾ മാത്രമല്ല ഒരു കരച്ചിലുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉഷാർ. നല്ല കുട്ടികൾ ആരും കരയില്ല. നമ്മൾ വേഗം വരും. കുഞ്ഞാറ്റ ആരും നല്ല കുട്ടി? നല്ല താനുവല്ലേ? താനു കരയാത്ത കുട്ടി. കരയാത്ത കുട്ടികളെ നല്ല കുട്ടിയാവുക. ആരും നല്ല കുട്ടി? എൻ്റെ കുട്ടി നല്ല കുട്ടി. കുഞ്ഞാറ്റ നല്ല കുട്ടി. കുഞ്ഞാറ്റല്ല, ശ്രാവണിയല്ലേ? ശ്രാവണിയല്ലേ? ജുന്നാറ്റ എന്തിനാ കുട്ടിക്കാരനെ? നമുക്ക് അമ്പലത്തേക്ക് പോണേ. നീർക്കൊലി ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. തോനുണ്ടായിരുന്നു. വെള്ളം ആകെ കലങ്ങി മറന്നല്ലേ? ഒരുപാടുണ്ട് തോന്നണു ഇപ്പൊ. ഇന്നലെ അവരെന്നെ അവിടെ കിടക്കണം. അത് ഇനി നോക്കിയപ്പോ അടി കൂടെ 3 ഒരുമിച്ച് പോകും. പെട്ടെന്ന് വെള്ളം നിറഞ്ഞൂല്ലേ? ഇവിടെ കുഞ്ഞാറ്റ പാട്ട് പാടാൻ തുടങ്ങിയ ചെയ്യേ. കുഞ്ഞാറ്റക്കിളിയേ ഇതന്നെ ചേച്ചി ഒരു 10 തവണേനെ. എന്താ നേശ്വരിയിൽ പാടുന്ന? നേരെ പാട്, നേരെ പാട് കുഞ്ഞാ. ഇത്ര മതിയോ? നവംബർ 1-ാം തീയതിയിലത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കുഞ്ഞാറ്റേനെ നമ്മളെ നഴ്സറിയിലേക്ക് കൊണ്ടുപോയാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വാശിയാണ് കേട്ടോ. ഇവിടുന്ന് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് ടീച്ചറേനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾ ഓക്കെയാണ്. പിന്നെ കരച്ചിലൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് എന്ന് തന്നെ പറയാം. അപ്പം ഇന്ന് നവംബർ 1-ാം തീയതി ആയ കാരണം പുതിയ പിള്ളേർ, പുതിയ കുട്ടികൾ ഇന്ന് നഴ്സറിക്ക് വരിക. അപ്പോൾ അതിൻ്റേതായ ചെറിയ പരിപാടികളാണ് ഉള്ളത്. പൊതുവേ ശനിയാഴ്ചകളിൽ ഞാൻ കുഞ്ഞാറ്റേനെ നഴ്സറിയിലേക്ക് ആക്കാറില്ല. നഴ്സറി ഉണ്ട്, പക്ഷേ നമ്മുടെ കുഞ്ഞാറ്റേനെ ആക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ റെഡിയായി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് അവൾക്ക് കൂടുതൽ ഒന്നും കൂടി വാശിയായിട്ടുള്ളത്. ഞങ്ങളെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അമ്പലത്തേക്ക് പോകാൻ നോക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ അതാ ഞങ്ങൾ റെഡിയായി നിൽക്കണത് തന്നെ അകമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. സനുക്കുട്ടി മാലിട്ടതിന് ശേഷം ഇടയ്ക്ക് നമുക്ക് എപ്പോൾ ഒഴിവ് കിട്ടുന്നു അപ്പോഴൊക്കെ നമ്മൾ അമ്പലത്തേക്ക് ഇറങ്ങാറുണ്ട് കേട്ടോ. കുഞ്ഞാറ്റേനെ അമ്പലത്തേക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ടീച്ചർ നിർബന്ധമായിട്ടും വരണം, നവംബർ 1 പുതിയ പിള്ളേർ വരും, അപ്പോൾ അതിൻ്റേതായ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുഞ്ഞാറ്റേനെ നഴ്സറിയിലേക്ക് ആക്കിയതാട്ടോ. ഞാനാണെങ്കിൽ കുഞ്ഞാറ്റേനെ അവിടെ നഴ്സറിയിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരാന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു. 1-2 പിള്ളേരും ഇതുപോലെ തന്നെ വാശിയുള്ളവരുണ്ട്. പക്ഷെ എന്നാലും ഒട്ടുമിക്ക പേരും നല്ല ആക്റ്റീവായ പിള്ളേരാണ് കേട്ടോ, കരച്ചിലൊന്നും ഇല്ലാണ്ട്. എല്ലാവരും കൂടി ഇപ്പോൾ ഭയങ്കര സംസാരമായിട്ട് നല്ല രസമായിരുന്നു. പിള്ളേരാണ് അവരുടെ വഴിക്ക് അങ്ങനെ സംസാരിക്കുക. ചിലവരൊന്നും മൈൻഡേ ചെയ്യുന്നില്ല. ഇതേ കണ്ടില്ലേ, നമ്മളെ കുഞ്ഞാറ്റയാണ് ചാകം മുഖം വെറുപ്പിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാ എല്ലാവരും ആകെ കലപില ശബ്ദം തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു നഴ്സറിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സത്യഭാമ ടീച്ചറുടെ നഴ്സറി വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് കേട്ടോ. ഞാൻ ഈ നഴ്സറിയിലാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത്. കുട്ടീൻ്റെ കേട്ടോ. കുഞ്ഞു
അപ്പൊ എന്തായാലും നവംബർ 1 നമുക്ക് പ്രവേശനോത്സവമായിട്ട് ആഘോഷിക്കണം. ജൂണിലും നവംബർ 2 പ്രാവശ്യമാണ് നമുക്ക് പ്രവേശനോത്സവമായിട്ട് സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ എൻ്റെ ക്ഷണം സ്വീകരിച്ച് എത്തിയ എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം പറയുകയാണ്. പിന്നെ കുഞ്ഞു മക്കളാണ്. ഞങ്ങൾക്ക് എത്ര നന്നായി നോക്കാൻ പറ്റും അത്ര തരത്തിൽ നോക്കുന്നുണ്ട്. ഒരുപാട് ജോലി പ്രശ്നങ്ങളുണ്ട്. ഏത് നേരം ഫോണിലാണ്. ഫോണില്ലാതെ ഒരു പണിയില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും പരമാവധി ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ മക്കളെ നോക്കുന്നുള്ള ഒരു ഉറപ്പ് ഒരു പറയുകയാണ്. പിന്നെന്താ വേറെ ഒന്നും പറയുന്നില്ല. സന്തോഷം എല്ലാവരോടും. ദൈവമേ നാമിച്ചിരുന്നു സ്നേഹത്തോടെ വർദ്ധിപ്പാനും സമസൃഷ്ടികളിലെല്ലാം ലീലകയാലുവാൻ നിന്നെ കാണാനും സത്യസ്വരൂപനാം താരം ദൈവമേ നാമിച്ചിടുന്നു ആശ്രിതരാം ഞങ്ങളിന്നു കൈകളാൽ കൃത്യനിഷ്ഠ പാലിക്കാനും സത്യസന്ധരായിടാനും അനുഗ്രഹിച്ചയക്കണേ ജ്യോതി സ്വരൂപ. കൃത്യനിഷ്ഠ പാലിക്കാനും സത്യസന്ധരായിടാൻ രാജ്യമാണ്. എല്ലാവരും എൻ്റെ സഹോദരിമാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുകയും ചെയ്യും. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാന പഞ്ചാബ് സിന്ധു ഗുജറാത്ത മറാഠ ദ്രാവിഡ ഉത്കല വൃന്ദ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധിരരംഗ तव शुभ नामे जागे तव शुभ आशीष मागे रागे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. അങ്ങനെ ഞാൻ ഫുള്ള് പരിപാടിയൊന്നും കാണാൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സനുവിനുള്ള 2 മിഠായി വാങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ പോന്നിട്ടുള്ളത്. പിന്നെ ഇതാ പുതുതായിട്ട് വന്ന പിള്ളേർ ഒരുപാട് സ്വീറ്റ്സും മഞ്ച് ലഡ്ഡു അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ സമയമായിട്ടുണ്ടായിരുന്നു. നമ്മൾ 10 മണിയുടെ ബസ്സിന് പോകാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 10 മണി കഴിഞ്ഞ് 10:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ വേഗം നഴ്സറിയിൽ നിന്ന് ഓടിക്കരച്ച് വീട്ടിലെത്തി. ഞങ്ങളിതാ അകമലയ്ക്ക് ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അത് അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക് കിട്ടാം. നമുക്ക് നടയുടെ ഉള്ളിൽ ആ ഒരു ഭാഗത്തേക്ക് തൊഴാനായിട്ട് അങ്ങനെ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും തിരക്കായിരുന്നു. പുറത്താണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു ചേച്ചിയടുത്ത് ചോദിക്കായിരുന്നു ഇത്രയും തിരക്കോന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ഇത്ര തിരക്ക് കുറവാണ്, ഇതിന് നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട് അത്ര. നമ്മൾ എപ്പോഴേലും അങ്ങനെ പോവുകയല്ലേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഡെയിലി ഇടയ്ക്കിടയ്ക്ക് വരുന്നവരുണ്ട്. അപ്പോൾ ഇതിലേറെ തിരക്ക് ഉണ്ടാവാറുണ്ട് എന്നിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ചയും കൂടി ആയതല്ലേ. ശനിയാഴ്ച ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ ഇന്ന് അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് അകമലയ്ക്ക് ഇറങ്ങാനുള്ള കാരണം. അപ്പോൾ അതാ ഞാനും സാനും അമ്മയും പിന്നെ അടുത്ത വീട്ടിലത്തെ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളവിടെ അമ്പലത്തിലെത്തി തൊഴുത് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 12 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ അന്നദാനത്തിന് 2 വരിയിൽ നിന്നത്. സാനുക്കുട്ടിയാണ് വെച്ചാൽ ഇപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുകയാണെന്ന് വെച്ചാലും ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ചാൽ ഈ വായിൽ 32 പല്ലും കാട്ടി ഇളിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക 32 പല്ല് പോയിട്ട് 10 പല്ലുണ്ടാണോ. നമ്മുടെ സനുവിൻ്റെ പല്ല് പറഞ്ഞിട്ട് 1.5 വർഷത്തോളമായി. പക്ഷേ ആ ഫ്രണ്ടിലത്തെ 2 പല്ല് ഇതുവരെ വന്നിട്ടില്ല. ആദ്യമൊക്കെ ശരിക്കും ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പല്ല് വരാത്തത്, നമ്മളിപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടും അത്രയും നാളൊക്കെ ആയിട്ട് അവൾക്ക് പല്ല് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് പേരത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്കും അവരുടെ പിള്ളേർക്കൊക്കെ അങ്ങനെ 1 വർഷം ഇപ്പോൾ പല്ല് അങ്ങനെ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. സത്യമാണോ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ അറിയാവുന്നവരുണ്ട്, അങ്ങനെ അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തുകൊണ്ടാണ് ഇപ്പോൾ 1.5 വർഷമായിട്ട് ഈ മോളുടെ പല്ല് എന്തുകൊണ്ടാണ് വരാത്തതെന്ന്.
അങ്ങനെ ദേ ഞങ്ങൾ അടിപൊളി അന്നദാനം കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാമ്പാറായാലും പിന്നെ അതുപോലെ തന്നെ ഗോതമ്പ് പായസമൊക്കെ ഇട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ സനു അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ക്ലാസ്സിൽ പായസം തരുമോ എന്ന് ചോദിച്ചത്. പൊതുവേ അങ്ങനെ ആർക്കും ക്ലാസ്സിൽ കൊടുക്കാറില്ല. ഇല കഴിച്ചതിന് ശേഷം ഇലയിലാണ് കേട്ടോ വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അകമലയിൽ നിന്ന് ബസ് കയറി നമ്മൾ ചെറുതൂത്തി വന്ന് ഇറങ്ങിയപ്പോൾ ടൈം 1:30 ആയിരുന്നു. നമ്മുടെ സനൂനെയാണെന്ന് വെച്ചാൽ 2:45 3 മണിക്ക് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയി തിരിച്ച് വരുമ്പോഴേക്കും പിന്നെ ആ സമയമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ചെറുതൂത്തി ഇറങ്ങിയിട്ട് ഞാൻ സനുവിനെയും കൊണ്ട് കുറച്ച് നേരം പാർക്കിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അമ്മ എല്ലാവരും കൂട്ടിയിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ കുഞ്ഞാറ്റേൻ്റെ നഴ്സറിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടെന്ന്. പിന്നെയും ഇനി 3 മണിക്ക് അതിനായിട്ട് നഴ്സറിക്ക് വരണ്ടേ, നല്ല വെയിലും അല്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ പോകുമ്പോൾ കുഞ്ഞാറ്റേനെ കൂട്ടിക്കൊള്ളാൻ. പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു കേട്ടോ ഇങ്ങനെ പാർക്കിലേക്ക് പോയിരിക്കുക എന്നുള്ളതല്ലാണ്ട്. ഇപ്പോൾ ഈ 1 മണിക്കൂറൊക്കെ ഞങ്ങൾ എവിടെ നിൽക്കുക. അപ്പോൾ നമ്മുടെ സനുക്കുട്ടി അണിച്ച് ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ കന്യാസ്വാമിയിൽ. അപ്പോൾ നല്ല പൊരി വെയിലെന്ന് തന്നെ പറയാം. സനു ആണെങ്കിൽ ഇങ്ങനെ ഈ പൊരുവെയിലത്ത് കാലിങ്ങനെ ഇതാക്കി നടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കുറേയൊക്കെ ഞാൻ എടുത്തു, പിന്നെ തണുപ്പ് കാണുമ്പോൾ നിർത്തും. അങ്ങനെ കേട്ടോ ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. പാർക്കിലേക്ക് എല്ലാവരും കൂടി എൻ്റെ കൂടെയൊക്കെ പോയിട്ട് കുറച്ച് നാളായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആകെ ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ തോണികളും കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തു തന്നിട്ടോ സനു. പക്ഷേ പൊതുവേ എനിക്ക് ബാക്ക് ക്യാമറ വെച്ചിട്ട് എടുക്കുന്ന ഫോട്ടോസ് ഇഷ്ടമില്ല. പക്ഷെ അത് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ ഈ ഒരു ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ എപ്പോഴും ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് സെൽഫി മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ അത് സനു ആയിട്ട് എടുത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് എടുത്ത് തന്നപ്പോൾ സനു പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മാത്രമല്ല എനിക്കും എടുത്തതായോ എന്നുള്ളത്. ഒരു 2:45 3 മണിയോട് കൂടിയിട്ടുണ്ട് നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ ചെന്നിട്ട് സനുവിനെ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെള്ളം കുടിക്കാനായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡാൻസ് ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴേക്കും ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ആ ഡാൻസ് കഴിയണത് 6 മണി 5:45 ആ ടൈമിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്രയും നേരം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കുറേ നേരം ഫോണിൽ നോക്കിയിരിക്കും, കുറച്ച് നേരം സംസാരിച്ചിരിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ പതിവുള്ളത്. പക്ഷേ ഇന്ന് നമ്മുടെ ശ്രുതി ചേച്ചി അമ്മ വന്നിട്ടുണ്ടായിരുന്നു ശ്രുതി ചേച്ചിയുടെ. അപ്പോൾ അമ്മ ഞങ്ങളെ എല്ലാവരെയും കൂടിയിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനും കൂടിയിട്ട് ശ്രുതി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഡാൻസ് ക്ലാസ്സിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരം തന്നെയുള്ളൂ കേട്ടോ, കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്കൊക്കെ പോയി. കുഞ്ഞ് വീടാണ്ട്, നല്ല രസമുണ്ടായിരുന്നു വീടൊക്കെ കാണാൻ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, 5 മണി ആ ടൈമിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കാണെന്ന് വെച്ചാൽ ഒരുപാട് ചെടികൾ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ തക്കാളി ചെടിയൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അവർ ഉമ്മറം കാണുക. കുഞ്ഞ് വീടാണെങ്കിൽ നല്ല എന്താ പറയുക പ്രകൃതി രമണീയമായ വീട് എന്ന് പറയില്ല, അങ്ങനത്തെ നിറയെ ചെടികളും കൊണ്ട് ആ വീട് മൊത്തം ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. പ്രതീക്ഷിക്കാണ്ടുള്ള ഓരോ പോക്കായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്ത തീരുമാനങ്ങളായിരുന്നു ഓരോ സ്ഥലത്തേക്കും പോവുക എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പാർക്കിലേക്കൊക്കെ ജസ്റ്റ് ഒരു ദിവസമല്ലേ നമ്മൾ ഇറങ്ങുള്ളൂ. ഇതിപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ഒരുപാട് സ്ഥലങ്ങൾ പോയി കറങ്ങിയ പോലത്തെ ഒരു ഫീലായിരുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ. ബൈ.